കല്യാണം കഴിഞ്ഞ് അങ്ങനെ കുഴപ്പമില്ലാതെ പൊക്കോണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ബാലന് ഒരു കാര്യം മനസ്സിലായി. തന്റെ ഭാര്യയ്ക്ക് തന്നോടൊപ്പം പുറത്തു പോകാനാണെങ്കിലും ഭർത്താവെന്ന് പറയാനും ഒക്കെ ഒരു മടിയും ഒരു കുറച്ചിലും പോലെ ബാലന് ഫീൽ ചെയ്തു. കാര്യം എന്ന് വെച്ചാൽ ഭാര്യ നല്ല മോഡേണാണ്. കാണാൻ ബാലനെക്കാട്ടിയും നല്ല സൗന്ദര്യവുമുണ്ട്. പിന്നെ പ്രായവും കുറവ്. എപ്പോഴും അവൾ കളിയാക്കും, നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനാണെന്നേ തോന്നത്തോളം എന്നൊക്കെ കളിയാക്കാറുണ്ടായിരുന്നു. പിന്നെ ബാലൻ നല്ല പഴഞ്ചനാണ്. മോഡേൺ ആയിട്ടുള്ള ഒരു രീതിയും ഇല്ല. ബൈക്കൊന്നും ഓടിക്കില്ല. സൈക്കിൾ മാത്രമുണ്ട് കച്ചവടത്തിനായിട്ട് പോകാൻ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം പുറകോട്ടായിരുന്നു. പിന്നെ പാൻറ് ഉടുപ്പൊന്നും അല്ല അങ്ങേരിടുന്നത്, ഷർട്ടും കൈലിയും. അതായത് മോഡേൺ ആയിട്ടുള്ള ഒരു രീതിയും അദ്ദേഹത്തിനില്ല. ഭാര്യയാണെങ്കിൽ ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് നല്ല മോഡേണുമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് ബാലൻ തൻ്റെ ഭർത്താവാണെന്ന് പറയാൻ പലയിടത്തും ഒരു കുറച്ചിൽ പോലെ. അതാണ് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഭർത്താവിനെ കൂട്ടത്തില്ല, നാണക്കേടെന്നോളം ആയിരുന്നു. അങ്ങനെ പൊക്കോണ്ടിരിക്കെ ബാലന്റെ അമ്മ മരണപ്പെടുന്നു. അമ്മയോടും മരുമകൾക്ക് വലിയ കാര്യമോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ബാലന്റെ ചുറ്റുപാടും എല്ലാം അവർക്ക് എന്തോ ഒരു മനമറിപ്പ് പോലെയാണ്. ഒരു വൃത്തിക്കുറവും, വീടിന് സൗകര്യമില്ല, ബാലനെ പിടിക്കുന്നില്ല, ബാലന് വൃത്തിയില്ല. അങ്ങനെ എപ്പോഴും കുറ്റവും കുറവും മാത്രമേ സ്മിതയ്ക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ബാലന്റെ അമ്മ മരണപ്പെട്ടു. അമ്മ മരണപ്പെട്ടതിന് ശേഷം ബാലൻ തീർത്തും ഒറ്റപ്പെട്ടു. കാര്യം എന്ന് വെച്ചാൽ എന്തിനും ഏതിനും അമ്മ ഒരു സഹായം തന്നെയായിരുന്നു. ഏറ്റവും കൂടുതൽ അടുപ്പവും അമ്മയോടായിരുന്നു ബാലന്. അങ്ങനെ ഇരിക്കെ സ്മിത ഗർഭിണിയായി. പരിശോധനയിൽ ഇരട്ടക്കുട്ടികളാണെന്ന് മനസ്സിലായി. അതോടെ സ്മിതയ്ക്ക് പൂർണ്ണമായ റെസ്റ്റ് വേണം. അങ്ങനെ സ്മിതയുടെ വീട്ടിലേക്ക് പോയി. പിന്നെ വീട്ടിൽ ബാലൻ ഒറ്റയ്ക്കായിരുന്നു. ഇടയ്ക്കൊക്കെ സ്മിതയുടെ വീട്ടിലേക്ക് ബാലൻ ചെല്ലാറുണ്ടായിരുന്നു. സ്മിതയുടെ വീട്ടുകാർക്കും ബാലനെ എന്തോ അത്ര പിടുത്തമല്ലായിരുന്നു. അത് കാരണം ബാലൻ അവിടെ തങ്ങാറില്ല. പിന്നെ സ്മിതയെ പോയി കണ്ട് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തിട്ട് ബാലന്റെ വീട്ടിലേക്ക് വരും. അവർക്ക് ബാലന്റെ പൈസയോട് വെറുപ്പൊന്നുമില്ല. പൈസ അവർക്ക് ഇഷ്ടമാണ്. പക്ഷെ ബാലനെ അത്ര ഇഷ്ടം അവർക്കുണ്ടായിരുന്നില്ല. വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളും പൈസയൊക്കെ ആവശ്യത്തിലധികം സ്മിത ചോദിച്ച് വാങ്ങിക്കുമായിരുന്നു. പക്ഷെ ബാലൻ അവിടെ ചെല്ലുന്നതോ അല്ലെങ്കിൽ ബാലൻ അടുത്ത് വന്നിരിക്കുന്നതോ ഒന്നും സ്മിതയ്ക്ക് അത്ര പിടുത്തമല്ല. അങ്ങനെ ഇരിക്കെ പ്രസവമായി. 2 ആൺകുട്ടികളായിരുന്നു ബാലനും സ്മിതയ്ക്കും ജനിച്ചത്. അങ്ങനെ ഹോസ്പിറ്റൽ കാര്യങ്ങളും എല്ലാം ബാലൻ തന്നെയാണ് നോക്കിയത്. അതിനിടയ്ക്കൂടെ ബാലൻ കച്ചവടത്തിന് പോകുന്നുണ്ടായിരുന്നു. തേങ്ങയും കരിക്കും എല്ലാം അദ്ദേഹം പണ്ട് കച്ചവടം ചെയ്ത അതേ രീതി തന്നെ ഇപ്പോഴും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഈ കച്ചവടത്തിൽ നിന്നൊക്കെ ഉണ്ടാക്കി. കുറേ വസ്തു വാങ്ങിച്ചിട്ടു, വീട് നന്നാക്കി, കുറേ പൈസ സേവിങ്സ് ആയിട്ട് ബാങ്കിലുണ്ട്. ഇതൊക്കെ സ്മിതയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ സ്മിത ബാലനെ ഒഴിവാക്കാതെ ഇങ്ങനെ കൂടെ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ കുട്ടികൾ എല്ലാം സുഖമായിട്ട് സ്മിതയുടെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ തിരിച്ച് ബാലന്റെ വീട്ടിലേക്ക് വരേണ്ട സമയമായി. അപ്പോൾ മനസ്സോടെ സ്മിത അവരെ വീട്ടിൽ നിന്നും ഇറങ്ങി ബാലന്റെ വീട്ടിലേക്ക് വന്നു. കൂടെ സഹായത്തിന് സ്മിതയുടെ അമ്മയും ഉണ്ടായിരുന്നു. അങ്ങനെ കൊച്ചുങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ബാലന് സമയത്ത് ആഹാരമൊന്നും ശരിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. മോളെയും കൊച്ചുമക്കളെയും നോക്കുന്നത് കൊണ്ട് അമ്മ എപ്പോഴും പുറത്തുനിന്ന് ഫുഡ് മേടിക്കാൻ ബാലനോട് പറയും. ബാലന് കുഞ്ഞുനാൾ തൊട്ടേ അമ്മ ഉണ്ടാക്കി കൊടുത്ത ആഹാരവും ഈ നാടൻ ഫുഡിനോടും വീട്ടിലുണ്ടാക്കുന്ന ആഹാരത്തോടും ഒക്കെയാണ് താല്പര്യം. പക്ഷേ അമ്മയ്ക്കും ഭാര്യയ്ക്കും ഒക്കെ എപ്പോഴും പുറത്തുനിന്നുള്ള ആഹാരമാണ് ഇഷ്ടം. അവർ വന്ന ഉടനെ വീട്ടിൽ വെക്കത്തില്ല, എപ്പോഴും പുറത്തുനിന്ന് ഓർഡർ ചെയ്താണ് കഴിക്കാറ്. ബാലൻ അത് വയറിനൊക്കെ ശരിയാവത്തേ ഇല്ല. അങ്ങനെ ബാലൻ ഇടയ്ക്കിടയ്ക്ക് ആഹാരം വിൽക്കാൻ തുടങ്ങി അടുക്കളയിൽ കയറി. കാരണം പുറത്തുള്ള ഫുഡ് അദ്ദേഹത്തിന് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് അമ്മയും മോളും അത് ഒരു കാര്യമായിട്ട് എടുത്തു. ബാലന് പിന്നെ അടുക്കള പണിയും കൂടെ അവരങ്ങ് കൊടുത്തു. കാരണം പിന്നെ അമ്മയും മോളും ഫുള്ള് റെസ്റ്റ്, എല്ലാ അടുക്കള പണിയും ബാലനെ ഏൽപ്പിച്ച് ബാലന് അടുക്കള പണിയും ചെയ്യണം, കച്ചവടത്തിനും പോകണം. അങ്ങനെ കഷ്ടവും ദുരിതവും നിറഞ്ഞ ജീവിതമായിരുന്നു അദ്ദേഹത്തിന് ജനിച്ച നാൾ തൊട്ടേ കഷ്ടപ്പാടാണ്. പക്ഷേ ഒരു കരയടുത്തിട്ടും അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിന് യാതൊരു കുറവുണ്ടായിരുന്നില്ല. അങ്ങനെ
ഇതെല്ലാം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ അമ്മായിയമ്മ തിരിച്ച് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് പോകും. കാരണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണമല്ലോ. ഭാര്യ ഫോണിൽ എപ്പോഴും ആരോടൊക്കെയോ സംസാരിക്കുന്നത് ബാലൻ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ആദ്യമൊക്കെ കരുതിയിരുന്നത് കൂട്ടുകാരിയോടാണെന്നാണ്, പിന്നീട് മനസ്സിലായി അല്ലെന്ന്. കാരണം കൂട്ടുകാരിയോടാണെങ്കിൽ തന്നെ കാണുമ്പോൾ ഫോൺ കട്ട് ചെയ്യേണ്ട ആവശ്യവും ഒരു പരവേശവും പേടിയൊന്നും വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ബാലൻ എന്തോ തൻ്റെ ഭാര്യയ്ക്ക് എന്തോ ഒരു റിലേഷൻ ഉണ്ടെന്ന് മനസ്സിലായി. പാതിരാത്രിക്കും ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന ഇത് കാണാം. പക്ഷെ ബാലന് പേടിയാണ് അവളെ കൂടുതൽ എന്തെങ്കിലും ചോദിച്ചാൽ പൊട്ടിത്തെറിക്കുമോ. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്ത് ബാലനെല്ലാം നിശബ്ദമായി സഹിക്കുകയായിരുന്നു. ബാലൻ അടുത്ത് കിടക്കുന്നത് സ്മിതയ്ക്ക് ഇഷ്ടമല്ല. സ്മിതയും കൊച്ചുങ്ങളും വേറൊരു കട്ടിലും ബാലന് വേറൊരു കട്ടിലുമാണ്. അദ്ദേഹത്തിനെ ആ കട്ടിലിൽ ഒറ്റയ്ക്കാക്കി സ്മിതയും മക്കളും കുഞ്ഞുങ്ങളുടെ പേരിൽ സ്മിത അപ്പുറത്തെ ബെഡിലാണ് പിന്നെ അങ്ങ് സ്ഥിരതാമസമാക്കിയത്. കാരണം ബാലനടുത്ത് വന്ന് കിടക്കുന്നത് അവർക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ റിലേഷനും കാര്യങ്ങളും ഒക്കെ സ്മിത മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ബാലൻ പൊട്ടിത്തെറിച്ചു. കാരണം ഒരു ദിവസം ബാലൻ വന്നിട്ട് മൈൻഡ് പോലും ചെയ്യാതെ കൊച്ചുങ്ങൾ അവിടെ കരയുന്നതും ശ്രദ്ധിക്കാതെ ഫോണിൽ ആരോടോ സംസാരിക്കുന്നു, നിർത്തുന്നതേ ഇല്ല. കൊച്ചു കരയുന്നതെന്ന് പറഞ്ഞിട്ട് പോലും സ്മിത നിർത്താൻ കൂട്ടാൻ കഴിഞ്ഞപ്പോൾ ബാലന് ദേഷ്യം വന്നു. ബാലൻ പിടിച്ചൊരു തെള്ളു കൊടുത്തു. അത് സ്മിതയ്ക്ക് ഭയങ്കര പ്രശ്നമായി. സ്മിത ഭയങ്കര വിഷയങ്ങളുണ്ടാക്കി അടിച്ച് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി ബാലനെ അടിച്ചതിന് ശേഷം അദ്ദേഹത്തിന് കുറേ വഴക്കും പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും അകൽച്ച കൂടുതൽ അകലാനും കാരണമായി ഈ പ്രശ്നം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോൾ ഭാര്യയെ കാണാനില്ല. ബാലൻ അവിടെയെല്ലാം നോക്കിയിട്ടും കാണുന്നില്ല. നോക്കിയപ്പോഴോ ഒരു കത്തെഴുതി വെച്ചിരിക്കുന്നു. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, നിങ്ങളിവിടെ താമസിക്കാൻ എനിക്ക് ഒരു പൊടി പോലും താല്പര്യമില്ല. നിങ്ങളുടെ കൊച്ചുങ്ങളെ നോക്കി സുഖമായി ജീവിച്ചോ. എനിക്ക് നിങ്ങളോടൊപ്പവും നിങ്ങളുടെ മക്കളോടൊപ്പവും തുടരാൻ താല്പര്യമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളോടൊപ്പം ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു ഒരു കത്ത് എഴുതി വെച്ചു. ബാലൻ അപ്പോൾ തന്നെ പോലീസിലും ഒക്കെ ഇൻഫോം ചെയ്തു. തൻ്റെ ഭാര്യയെ ഇങ്ങനൊരു കത്ത് എഴുതി വെച്ചിരിക്കുന്നു, കാണാനില്ല എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ നമ്പറിലോട്ടൊക്കെ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആയിരുന്നു. അത് കേസും കാര്യങ്ങളും ഒക്കെ ആയി. അങ്ങനെ ഭാര്യയെ കണ്ടുപിടിച്ചു, കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഭർത്താവിനും മക്കളെയും അവർക്ക് വേണ്ട, ഇപ്പോൾ പരിചയപ്പെട്ട ആളെ മതിയെന്ന് പറഞ്ഞ് പോയി. പിന്നീട് അദ്ദേഹത്തിന് സംഘർഷം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു. കാരണം കുഞ്ഞുങ്ങൾ പൊടി മക്കളാണ്, അവരെ നോക്കാൻ അമ്മയോളം വേറെ ആരും കൊണ്ടും പറ്റില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് നോക്കുന്നതിന് പരിമിതികളുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ആ പരിമിതികളെയൊക്കെ മറികടന്ന് രണ്ട് മക്കളെയും നന്നായിട്ട് നോക്കാൻ അദ്ദേഹത്തോണ്ട് പറ്റുന്ന കണക്കല്ല അദ്ദേഹം നോക്കി. അവരെ സ്കൂളിലാക്കാറായപ്പോഴത്തേക്ക് ചെറിയ ക്ലാസ്സുകളിലേക്ക് അവരെ കൊണ്ടാക്കി. അമ്മയ്ക്കും അച്ഛനും തുല്യമായിട്ട് അദ്ദേഹം കുഞ്ഞുങ്ങളെ നോക്കി. പോരാത്തതിന് അതിൻ്റെ കൂടെ ജോലിയും ചെയ്ത് അതുപോലെ മക്കൾക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളും അക്കൂട്ടത്തിൽ തന്നെ മനസ്സിലാക്കി അതും കൊടുക്കാൻ അദ്ദേഹം ആ തിരക്കിൻ്റെ ഇടയ്ക്ക് ശ്രമിച്ചു. എല്ലാ അർത്ഥത്തിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ജീവിതത്തോടെ ഒരു പട തന്നെ വെട്ടുകയായിരുന്നു ബാലൻ. പിന്നീട് കുട്ടികളൊക്കെ കുറച്ചുകൂടി വളർന്ന് വലിയ ക്ലാസ്സുകളിലെത്തി. പിന്നെ കുട്ടികൾക്കും അമ്മയുടെ ആ ഒരു മനോഭാവം ഇടയ്ക്കിടയ്ക്ക് ബാലന് തോന്നിയിട്ടുണ്ട്. സ്കൂളിൽ ചെല്ലുമ്പം അച്ഛൻ വരണ്ട, കുഴപ്പമില്ല എന്നൊക്കെ പറയും. അതൊക്കെ കേൾക്കുമ്പോൾ ബാലന് ഭാര്യയുടെ ആ ഒരു സ്വഭാവം ഓർമ്മ വന്നു. മക്കളും കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് മക്കളും അങ്ങനെയാണോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. ആ കുഞ്ഞു മക്കളായതുകൊണ്ടായിരിക്കാം, വളരുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഞാൻ കഷ്ടപ്പെട്ട കാര്യം അവർക്ക് മനസ്സിലാവും എന്നൊക്കെ അദ്ദേഹം സ്വയം ആശ്വസിച്ചു. അങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം PTA മീറ്റിംഗ് വന്നു. 2 കുട്ടികൾ ഒരു ക്ലാസ്സിൽ തന്നെയാണ്, ഇരട്ടകളാണല്ലോ. അങ്ങനെ PTA മീറ്റിംഗ് വന്ന് PTA മീറ്റിങ്ങിനുള്ള അറിയിപ്പ് അദ്ദേഹത്തിന് PTA സ്കൂൾ ഗ്രൂപ്പിൽ അദ്ദേഹം ആഡായതുകൊണ്ട് അതിൽ കിട്ടി. അപ്പോൾ മക്കളോട് ചോദിച്ചപ്പോൾ മക്കൾ പറഞ്ഞു, PTA മീറ്റിംഗ് ഉണ്ട്, അച്ഛൻ അങ്ങോട്ടൊന്നും വരണ്ട, വലിയ ആൾക്കാരാണ് അവിടെ, കാറിലും ഗെറ്റപ്പിലും ജോലിയൊക്കെ ഉള്ള വലിയ ആൾക്കാരാണ് വരുന്നത്. അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നാണക്കേടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണോ നിങ്ങളുടെ അച്ഛനെന്ന് ചോദിച്ച് ഞങ്ങളെ കൂട്ടുകാരൊക്കെ കളിയാക്കും, അതുകൊണ്ട് അച്ഛനൊന്നും വരണ്ട, ഞങ്ങൾ സ്കൂളിൽ എന്തെങ്കിലും പറഞ്ഞോളാമെന്ന് പറഞ്ഞു. വലിയ സ്കൂളിലാണ് മക്കളെ 2 പേരെയും അദ്ദേഹം പഠിപ്പിക്കുന്നത്.
കാരണം അവർക്കൊരു കുറവും താൻ അനുഭവിച്ച കഷ്ടപ്പാടും വേദനയൊന്നും മക്കൾക്ക് വരരുത് എന്ന് കരുതിയിട്ട് അദ്ദേഹത്തിന് സഫലീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം മക്കളിലൂടെയാണ് അദ്ദേഹം സഫലീകരിക്കാൻ നോക്കിയത്. അപ്പോൾ മക്കൾ ഇങ്ങനെ ഒരു മനോഭാവം കാണിച്ചപ്പോൾ അദ്ദേഹം തകർന്നു പോയി. അദ്ദേഹം ഓക്കെ എന്ന് പറഞ്ഞ് റൂമിലേക്ക് കയറി അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഒരിക്കൽ പോലും ഒരു ഇത് കിട്ടിയില്ലല്ലോ, ഒരു സ്നേഹം കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് അദ്ദേഹം വിങ്ങിപ്പൊട്ടി. പക്ഷെ അത് പുറമെ അദ്ദേഹം ഒന്നും കാണിച്ചില്ല. അങ്ങനെ പിറ്റേന്ന് കുട്ടികൾ സ്കൂളിലേക്ക് പോകാനായി റെഡിയായി. പോകുന്നതിന് മുന്നേ ഒരിക്കലെങ്കിലും അച്ഛൻ വരണേ എന്ന് പറയുമെന്ന് അദ്ദേഹം കരുതി ഇരിക്കുകയായിരുന്നു. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം അടുക്കളയിൽ കയറി ചെയ്ത് പാത്രങ്ങളിലാക്കി ഫുഡൊക്കെ എടുത്തു വെച്ചു കഴിക്കാൻ. അങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോഴാണ് കുട്ടികൾ ആ കാര്യം അദ്ദേഹത്തിനോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.